അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട്. പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ ഉത്തരമായിരിക്കാം. നമ്മുടെ കുടുംബത്തിലെ സൗകര്യങ്ങളായിരിക്കാം. ഇങ്ങനെ നാം ഓർത്തെടുക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയുണ്ട്. ജീവിത തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ വളരെ ഗൗരവത്തിൽ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടാനോ ഓർത്തെടുക്കാനോ സാധിക്കാതെ പോകുന്ന വളരെ മികച്ച ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അള്ളാഹു നൽകിയ സന്മാർഗമാണ്, അഥവാ ഹുദയാണ്. ഇപ്പോൾ ഈ ഒരു വഴിയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും നമുക്ക് അവസരം ലഭിക്കുന്നു എന്നത് വലിയ ഒരു നിഅമത്തായി, അനുഗ്രഹമായി നമുക്ക് ഫീൽ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നത് സ്വയം ഒരു പരിശോധന നാം നടത്തുക. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഹിദായത്ത് അനുഗ്രഹമായി നമുക്ക് മനസ്സിൽ അനുഭവിക്കണമെങ്കിൽ ചില ചരിത്രങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആദം നബി ആദ്യത്തെ നബിയാണ്. ആദം നബി ആദ്യത്തെ നബിയാണ്. എന്നാൽ ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്, അഥവാ റിസാലത്ത് എത്തിക്കുവാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാലം പ്രബോധനം ചെയ്ത അദ്ദേഹം ഏറെ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ഒരു മാർഗത്തിലേക്ക്, അഥവാ അവർക്ക് ഹിദായത്ത് ലഭിക്കണം എന്ന്. എന്നാൽ ആദ്യമായി ലോകത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ്റെ ആ ഒരു ആഗ്രഹം, തൻ്റെ കുടുംബത്തിന് ഹിദായത്ത് നൽകണം എന്ന ആഗ്രഹം, അത് സഫലമായിട്ടില്ല. എൻ്റെ കൂട്ടുകാരനാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിനെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ആ പിതാവിന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ അവസാനമായിക്കൊണ്ട് നമ്മിലേക്ക് നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ റസൂൽ, തൻ്റെ ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് തനിക്ക് ആശ്രയമായി തന്നോടൊപ്പം നിന്ന, പല സന്ദർഭങ്ങളിലും ശത്രുപക്ഷത്താണെങ്കിലും തനിക്ക് സംരക്ഷണമായ അബൂ ത്വാലിബിന് ഹിദായത്ത് കിട്ടണം എന്ന്. എന്നാൽ അള്ളാഹു അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പ്രവാചകൻ ആഗ്രഹിച്ച ഒരാൾക്ക് പോലും കിട്ടാതെ പോയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതെത്രമാത്രം മഹത്തരമാണ് എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഹിദായത്ത് എങ്ങനെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കാരണം ഒരു മുസ്ലിം ഉമ്മയുടെയും മുസ്ലിം ഉപ്പയുടെയും മകനായി മകളായി നമ്മൾ ജനിച്ചിട്ടുണ്ട്. അതല്ലാതെ ജനിച്ച ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നിരവധി പേർക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ആ ഹിദായത്തിൻ്റെ മാർഗത്തിൽ
തുടർന്ന് മുന്നോട്ട് പോവുക എന്നതാണ്. അതിൽ നിന്നും വഴിതെറ്റാതിരിക്കാൻ പരിശ്രമിക്കുക എന്നതാണ്. നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ സമൂഹത്തിൽ ഹിദായത്തിൽ നിന്ന് വഴിമാറാതെ മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. നല്ല ചിന്തകളും നല്ല കൂട്ടുകാരും നല്ല ബന്ധങ്ങളും ഈ നന്മയുടെ വഴിയിൽ നമ്മെ പിടിച്ചു നിർത്തും. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.